ഗോക്കളെയും ബ്രാഹ്മണന്മാരെയും സന്യാസിമാരെയും കണ്ണിലും ജനനേന്ദ്രിയത്തിലും കമ്പി കുത്തി നിറച്ച് മൃഗീയമായി വധിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നാഗാസന്യാസിമാർ ഇത്തരം മഹത്തായ കർമ്മം അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും തിലകം ധരിക്കുവാൻ ഭാഗ്യമുള്ളവരായി തീർന്നത്. ശാസ്ത്രം പകർന്നു നൽകി. ഇപ്പം തന്നെ പാദ നമസ്കാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, പ്രഭാതത്തിൽ എണീറ്റാൽ ഭൂമിയെ സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അറിയില്ല. ഞങ്ങൾ നാഗാസന്യാസിമാരുടെ വിങ്ങിൽ ഒരു ഇത്തിരി കൂടി കർശനമായ ഒരു സമീപനമാണ്. പലരും ചോദിക്കാറുണ്ട്, സ്വാമിജി കുംഭമേളയിൽ വന്നപ്പോൾ നിങ്ങളുടെ ആൾക്കാരൊക്കെ ക്രോധികളാണല്ലോ ഇത്രയും, എന്താണ് ഇത്രയും ക്രോധത്തിന് കാരണം? സൂര്യന് അർഘം കൊടുക്കണമെന്നാണ്, ജലം കൊടുക്കണമെന്നാണ്. നമ്മളിൽ എത്ര പേര് സൂര്യന് അർഘം കൊടുക്കുന്നുണ്ട്? ആചാര്യന്മാരുടെ അലഭ്യത കൊണ്ടോ ഭരണാധികാരികളുടെ അലംഭാവം കൊണ്ടോ ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിന് ആചാര്യന്മാരെ ആവശ്യമാണ്. നാഗാസന്യാസി പരമ്പര പൃഥ്വിയിൽ ആരംഭിക്കുന്നത് തന്നെ ഭാരതത്തിൽ മുഗൾ അക്രമകാരികൾ സനാതനധർമ്മത്തിന് പരിക്കേൽപ്പിച്ചു. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും തകർത്തെറിഞ്ഞ് കൊള്ളയടിക്കപ്പെടുകയുണ്ടായി. ഗോക്കളെയും ബ്രാഹ്മണന്മാരെയും സന്യാസിമാരെയും കണ്ണിലും ജനനേന്ദ്രിയത്തിലും കമ്പി കുത്തി നിറച്ച് മൃഗീയമായി വധിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഭരണാധികാരികൾ അശക്തരായിരുന്നു. അതുമല്ലെങ്കിൽ ഭരണാധികാരികൾ സനാതനധർമ്മത്തിന് നേരെ നടക്കുന്ന ഇത്തരം അപജയങ്ങളെ അവർ കണ്ണടച്ച് കാണിക്കുകയുണ്ടായി. അതിൽ നിന്ന് സനാതനധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സന്യാസിമാർ ആയുധമേന്തിയത്. അന്ന് 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഇത്തരം അക്രമങ്ങൾ ധാരാളമായി ഉണ്ടായത്. അന്ന് നാഗാസന്യാസിമാർ ഇത്തരം മഹത്തായ കർമ്മം അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും തിലകം ധരിക്കുവാൻ ഭാഗ്യമുള്ളവരായി തീർന്നത്. അപ്പോൾ അതാണ് നാഗാസന്യാസിമാർ സമൂഹത്തിന് സനാതനധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാഗാസന്യാസിമാരുടെ ഉദയം അല്ലെങ്കിൽ നാഗാസന്യാസി പരമ്പരയുടെ ആരംഭം എന്ന് തന്നെ പറയുന്നത്. അത് ഗുജറാത്തിലെ ജുനാഗഡിലാണ് നാഗാസന്യാസിയുടെ പരമ്പര ആദ്യമായി ഉണ്ടായത്. അതിനുശേഷം വന്ന ആചാര്യന്മാരാണ് പിന്നീട് അഖാഡ സമ്പ്രദായങ്ങളും മറ്റും രൂപീകരിക്കപ്പെട്ടത്. അതിൽ തന്നെ ശസ്ത്രധാരി നാഗാസന്യാസിമാരുമുണ്ട്, ശാസ്ത്രധാരി നാഗാസന്യാസിമാരുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ജനാലയുടെ അല്ലെങ്കിൽ കതകിൻ്റെ ലോഹഭാഗം തുരുമ്പേറുകയാണെങ്കിൽ നമ്മൾ ആ തുരുമ്പ് ചുരുണ്ടിക്കളഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചാൽ മാത്രമേ ആ പെയിൻ്റ് ആ പ്രതലത്തിൽ പറ്റിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ സനാതനധർമ്മത്തിനെ ബാധിച്ചിരിക്കുന്ന അപജയങ്ങളെ ദൂരീകരിച്ച് ശാസ്ത്രം പകർന്നു നൽകി. ഇപ്പോൾ തന്നെ പാദ നമസ്കാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, പ്രഭാതത്തിൽ എണീറ്റാൽ ഭൂമിയെ സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അറിയില്ല. ഇതൊക്കെ എന്നോ വന്ന ഭരണാധികാരികൾ സനാതനധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഈ പാഠ്യപദ്ധതികളെ ശാസ്ത്രഗ്രന്ഥങ്ങളെ തമസ്കരിച്ചത് കൊണ്ടാണ്. അത് സമാജമധ്യേ ഇത് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നാഗാസന്യാസിമാരിൽ ശാസ്ത്രധാരി നാഗാസന്യാസിമാരുള്ളത്. അതുപോലെ തന്നെ ഹിമാലയത്തിൽ ചൈന അതിർത്തിയിലും മറ്റും ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, ജനജീവിതവും ഉണ്ട്. അവിടെയൊക്കെ ഒരു വർഷത്തിലൊരു 6 മാസം മാത്രമേ ജനവാസം സാധ്യമാവുകയുള്ളൂ, ബാക്കി മുഴുവനും ഐസ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ വളരെയേറെ താഴ്ഭാഗത്ത് വന്നിട്ടാണ് താമസിക്കുക, കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ. ആ സമയത്ത് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും മാത്രമേ അവിടെയുള്ളൂ. അവകൾ പരിപാലിക്കുവാൻ ആരെങ്കിലും മനുഷ്യപ്രാണി ഇല്ലെങ്കിൽ മറ്റ് ശത്രുരാജ്യങ്ങൾ ഇവ കൈവശപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാഗാസന്യാസിമാർ ഭസ്മം മാത്രം ധരിച്ചുകൊണ്ട്, എല്ലാം ധരിച്ചുകൊണ്ട്, വസ്ത്രം പോലും ധരിക്കുന്നില്ല, ഭസ്മം മാത്രമാണ് ധരിക്കുന്നത്. ഈ മേൽപ്പറഞ്ഞ ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിലെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവുകയാണ് ആയുധമേന്തി. അതാണ് നാഗാസന്യാസിമാരിലെ ശാസ്ത്രധാരി നാഗാസന്യാസിമാരെന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ദണ്ഡിസ്വാമി എന്ന് പറയാറുണ്ട്. ദണ്ഡിസ്വാമിക്ക് ശങ്കരാചാര്യരാകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ദണ്ഡേന്ത്യ സന്യാസിമാരെ കണ്ടിട്ടില്ലേ? അവരുടെ കയ്യിലും ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ ധർമ്മം തന്നെ ഏതാണ്? ഇതാ സമാജമേ, ഈ ശാസ്ത്രഗ്രന്ഥങ്ങളിലെ നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കും. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പറയുന്നതിന്, കർക്കശഭാവത്തിൽ പറയുന്നതിനാണ് ദണ്ഡും. ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ സമാജത്തിൽ എത്തിക്കുന്നു. ദണ്ഡിനാൽ അത് നിർബന്ധമാക്കി
പ്രവൃത്തി ബന്ധനത്തിലാക്കുന്നു, പ്രവൃത്തി ബന്ധാവിലേക്ക് കൊണ്ടുവരുന്നു. അതിനാണ് ശസ്ത്രവും ആദിമകാലം മുതൽക്ക് തന്നെയുണ്ട്. ഒരു കയ്യിൽ ഗ്രന്ഥവുമുണ്ട്, ഒരു കയ്യിൽ ശസ്ത്രവുമുണ്ട്. പിന്നെ ഞങ്ങൾ നാഗാസന്യാസിമാരുടെ വിങ്ങിൽ ഒരു ഇത്തിരി കൂടി കർശനമായ ഒരു സമീപനമാണ്. പലരും ചോദിക്കാറുണ്ട്, സ്വാമിജി കുംഭമേളയിൽ വന്നപ്പോൾ നിങ്ങളുടെ ആൾക്കാരൊക്കെ ക്രോധികളാണല്ലോ ഇത്രയും, എന്താണ് ഇത്രയും ക്രോധത്തിന് കാരണം? അതിന് കാരണം സമാജത്തിൻ്റെ സഭ്യതയ്ക്ക് നിറക്കുള്ളൊരു കണ്ണടച്ചു പിടിക്കൽ സമാജത്തിൽ നിങ്ങൾ കാണുമ്പോൾ അവരോടൊരു ക്രോധമുണ്ടാകാറുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ വളരെ അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, അവരനുസരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ അല്പം ക്രോധവും ദേഷ്യവും ഒക്കെ നിങ്ങൾക്കും മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പം അതുപോലെ ധർമ്മത്തോടുള്ളൊരു നിസ്സംഗത. ഇപ്പോഴടുത്ത കാലത്താണെങ്കിൽ ധർമ്മത്തെ നശിപ്പിക്കുന്നതിന് തന്നെ സനാതനധർമ്മ വിശ്വാസികൾ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന കാലമാണ്, ശബരിമലയിലും മറ്റും. അപ്പം അന്നൊക്കെ ഞങ്ങൾ നാഗാസന്യാസിമാർ, ഇപ്പോൾ ജൂന അഖാഡയിലൊക്കെ നാഗ മാതാജിമാരുണ്ട്. മാതാജിമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോകാൻ തയ്യാറാണ് ശബരിമലയിലേക്ക്. രഹന ഫാത്തിമയല്ല, ഒരു സ്ത്രീയെപ്പോലും, രജസ്വലയായ ഒരു സ്ത്രീയെപ്പോലും പമ്പാവാസൻ അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിലേക്ക് ഞങ്ങൾ കയറ്റി വിടില്ല, ഞങ്ങൾ ആയുധമേന്തി വരാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച നാഗാമാതാജിമാരെ കുറിച്ചും നമുക്കറിയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ജനാധിപത്യം എന്നല്ലേ പറയുക. ജനാധിപത്യം തന്നെ ഗ്രന്ഥം പറയുന്നത് തന്നെ രാജാവ് ജനപ്രിയനായിരിക്കണം, രാജാവ് ജനഹിതകാരിയായിരിക്കണം, ജനക്ഷേമ തൽപരനായിരിക്കണം. രാജാവ് ഇതൊന്നും അല്ലെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കേണ്ടത് ആചാര്യൻ്റെയും ബ്രാഹ്മണൻ്റെയും കർത്തവ്യമാണ്. പൂജാ പദ്ധതികളിലൂടെയും ശാസ്ത്ര പദ്ധതികളിലൂടെയും ഒരു ഭാഗത്ത് ബ്രാഹ്മണൻ അവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ സന്യാസിമാരും അവൻ്റെ കർമ്മം ചെയ്യുന്നു. രാജാവ് ആരാണെങ്കിലും ധർമ്മത്തിന് അപജയമുണ്ടായാൽ. ഇതാണ് നാഗാസന്യാസിമാരുടെ കർത്തവ്യം. നമ്മളിപ്പോൾ ശസ്ത്രധാരികളെ പറ്റി പറഞ്ഞു. അപ്പോൾ ശാസ്ത്രധാരികൾ ആരൊക്കെയാ? ശാസ്ത്രധാരിയും നാഗാസന്യാസിമാരിലെ മറ്റൊരു വിഭാഗമാണ് ശാസ്ത്രധാരി നാഗാസന്യാസി. നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ലിഖിതപ്പെടുത്തിയിട്ടുണ്ട്. അതിന്ന് വിധിവശാൽ പലർക്കും അതിനെക്കുറിച്ച് ജ്ഞാനമില്ലെന്നുള്ളതാണ്. ഉദാഹരണത്തിന് സ്വർണത്തിൽ കലി വസിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. രാജാ ജരാസന്ധൻ്റെ കിരീടം ആണ് ഇന്ന് നടക്കുന്ന സകല വിപത്തിനും കാരണമായത്. പരീക്ഷത്ത് ജരാസന്ധൻ്റെ കിരീടമെടുത്ത് തലയിൽ വയ്ക്കുമ്പോഴാണ് മൃഗയാ വിനോദത്തിന് പോകാൻ തോന്നുന്നതും തുടർന്ന് ശൃംഗിയുടെയും ശമീകി മഹർഷിയുടെയും ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സ്വർണത്തിൽ കലി വസിക്കുന്നു, സമാജമധ്യേ ആ വിജ്ഞാനം എത്തിയിട്ടില്ല. ആ വിജ്ഞാനം എത്താത്തത് കാരണം നമ്മൾ അമ്പലങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ സ്വർണം കൊണ്ട് സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ് ഇന്നുണ്ടായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ അമ്പലങ്ങളിലെ സ്വർണ്ണങ്ങളൊക്കെ തന്നെ അപഹരിക്കപ്പെട്ടു, അവിടെയൊക്കെ തന്നെ ഇന്ന് കലാപത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറി. അതുപോലെ തന്നെ സൂര്യന് അർഘം കൊടുക്കണമെന്നാണ്, ജലം കൊടുക്കണമെന്നാണ്. നമ്മളിൽ എത്ര പേര് സൂര്യന് അർഘം കൊടുക്കുന്നുണ്ട്? പ്രഭാതത്തിൽ നമ്മൾ വീടിന് മുറ്റത്തിറങ്ങുമ്പോൾ നമ്മുടെ കറുക എന്ന് പറയില്ല, കറുകപ്പുല്ല്, അതിൻ്റെ നാമ്പിലൊക്കെ ഹിമാണങ്ങളുണ്ടാവും രാവിലെ, മഞ്ഞുതുള്ളികൾ. അതിലൊരു അരുണാഭ നിറമുണ്ടാവും, നിറം. അതിൽ ലക്ഷ്മി വസിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് രാവിലെ മഞ്ഞ് അണിഞ്ഞു നിൽക്കുന്ന കറുകയിൽ ചവിട്ടരുതെന്ന് പറയുന്നത്. ഇത് എത്ര പേർക്കറിയാം? ഗോവിനെ എവിടെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്ത് വേണം ശിരസ് വയ്ക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഉറങ്ങുന്ന മുറിയിൽ ഒരു ചെറിയ ലൈറ്റിൻ്റെ സോഴ്സ് പോലും ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നത്? ഒരു ചെറിയ നമ്മുടെ മൊബൈലിൻ്റെ ഒരു ലൈറ്റാണെന്നിരിക്കട്ടെ, അതിൽ നിന്ന് തന്നെ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുകയാണ്, നമ്മുടെ നിദ്ര പൂർണ്ണമാകില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചിലർ പറയാറുണ്ട്, സ്വാമി ഉറങ്ങി എന്നിട്ട് എന്തോ ഉറക്കം ഇന്നലെ അങ്ങോട്ട് ശരിയായില്ല ഉറക്കം. അപ്പോൾ അതിന് കാരണം ഇതാണ്, നമ്മൾ ഉറങ്ങിയ മുറിയിൽ പുറത്തു നിന്ന് എവിടെ നിന്നോ ഒരു പ്രകാശത്തിൻ്റെ കിരണം നമ്മുടെ ശരീരത്തിലേക്ക് പതിച്ചു എന്നുള്ളതാണ്. നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും പ്രകാശം നമ്മളെ ബാധിക്കില്ല, കൃത്രിമമായിട്ടുള്ളതല്ല. ഇതൊക്കെ തന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സ്പഷ്ടമായിട്ട് ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ആചാര്യന്മാരുടെ അലഭ്യത കൊണ്ടോ ഭരണാധികാരികളുടെ അലംഭാവം കൊണ്ടോ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിന് ആചാര്യന്മാരെ ആവശ്യമാണ്. ഏറിയ ഭാഗവും ജ്ഞാനം സമ്പാദിച്ച ശേഷം അത് ധനസമ്പാദനത്തിനുള്ള മാർഗമായി തിരിയുന്നു. അത്തരക്കാർക്ക് ഈ സമാജ സേവയെക്കുറിച്ച് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സന്യാസിമാർ സർവ്വം തേയിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നാഗാസന്യാസിമാരുടെ ഒരു വിഭാഗത്തെ ശാസ്ത്രധാരി നാഗാസന്യാസിമാരെന്ന്
വിശേഷിപ്പിക്കപ്പെടുന്നു. നമ്മളും ആ കൂട്ടത്തിൽ ഒരാളാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെന്റിന്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിന്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.